ഇപ്പോൾ ഇടുക്കിയിൽ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. ഇവിടുത്തെ വ്യൂ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ്. താഴെ കാണുന്ന ഫുള്ള് ഫോറസ്റ്റാണ്. അങ്ങ് അവിടെ ആയിട്ട് നമുക്കൊരു വീട് പോലൊരു സംഭവം കാണാം. എനിക്കൊന്ന് ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും ഫോറസ്റ്റ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അങ്ങ് താഴെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇന്നലെ ഞങ്ങൾ നൈറ്റ് വന്നായിരുന്നു. അന്നേരം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത അറിയപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചകളും നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പം എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ റിസർവറിൻ്റെ ഈ ഭാഗം കണ്ടോ, അവിടെ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നടന്നു പോകാനും ബൈക്കൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നടന്നു വരുന്ന വഴികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ള് ഫോറസ്റ്റ് ഒന്നുമല്ല. ഇതവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. കൈതത്തോട്ടം തോന്നുന്നു. അടിപൊളി കേട്ടോ. കുറേ തുരുത്തുകൾ പോലെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ കയറാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ബോട്ടിനൊക്കെ പോയിട്ട് റിസർവോയറിൻ്റെ എൻഡ് പോയിൻ്റാണ് ഈ ഭാഗം വരുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് വെള്ളം കെട്ടി കിടക്കുന്നത്. ഡാം ആ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. UK കാഴ്ചകൾ കാണാൻ വന്ന അതിലട്ടെ 1 പോസ് കിട്ടില്ല കേട്ടോ. 0.6x ഇട്ടിട്ടെടുക്കുന്നേ. പക്ഷെ വന്നത് കുറച്ച് ലേറ്റായി പോയി. ചൂടായി തുടങ്ങി. പൊളി സ്ഥലം. നിങ്ങളിവിടെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടോ. നല്ല കളറാണ് വെള്ളത്തിന്. നമുക്ക് ഇതിലേ അങ്ങ് നടന്നു പോകട്ടോ. അങ്ങ് ടോപ്പിൽ വരാൻ പോകാൻ പറ്റും. ഇങ്ങനെ വഴി നടപ്പുണ്ട്. നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. മലേൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ള് ആൾ താമസമുള്ളൊരു ഏരിയ തന്നെയാണ്. ഇത് മിൽമേൻ്റെ എന്തോ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല, വേറെ ആരും ഇല്ല. അതുകൊണ്ട് നല്ല പ്രൈവസിയാണ് ശരിക്കും. നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ പോയിന്റ് കാണുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് റഷായിട്ട് ആകെ അലമ്പാവും. നമുക്ക് കാഴ്ചകൾ കാണാനൊന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഫ്രീ ആയിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഉണ്ടോ, ഞങ്ങളവിടെ പാറയിൽ കിടന്ന് ഫോട്ടോയൊക്കെ കുറേ നേരം എടുത്ത് സെറ്റാണ്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ വന്നായിരുന്നു. പക്ഷെ അടിപൊളിയാണ് നൈറ്റ് ഇവിടെ. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നല്ല ഇരുട്ടായതുകൊണ്ട് അതൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും രാവിലെ ആയപ്പോഴത്തേക്കും വീണ്ടും എണീറ്റ് വന്ന എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാമെന്ന് കരുതിയിട്ട്. എന്താട്ടോ ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് ആൾതാമസമുള്ളതാണ്. ഇവിടെ ഒരു വീടൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പിൽ കുരിശിൻ്റെ വഴിക്ക് പോകുന്ന സ്ഥലം കാണുന്ന എന്തോ സർവേ കല്ലാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം വരുന്നത്. കാരണം യൂഷ്വലി ഫോറസ്റ്റിൻ്റെ ഒക്കെ ബോർഡർ കാണുന്ന ഇതുപോലെ ഉള്ള സർവേ കല്ലുകൾ വെച്ചിട്ടാണ്. 1, 2 കണ്ടോ ഇങ്ങനെ കോർണറിൽ കൂടെ. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും സ്ഥലങ്ങളൊക്കെ വരും. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ താഴെ കൂടെ ഒരു വഴി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പോകാൻ പറ്റിയ റൂട്ടൊന്നുമല്ല. കാരണം അവിടെ എന്തോ ബിൽഡിങ് കാര്യങ്ങളുണ്ട്. ഫോറസ്റ്റ് ഓഫീസിൻ്റെ എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള വഴികളൊക്കെയാണ് ആ കാണിക്കുന്നത്. അതവിടെ ആൾത്താമസം ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഒരു വീട് പോലെ എന്തൊക്കെയോ സാധനം കാണുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഗ്രീനായിട്ട് കിട്ടിയേക്കുന്നുണ്ടോ. അത് ഏലകൃഷിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഏലത്തിന് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയേക്കുന്നതാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടല്ലേ. ഇത് താഴെയിട്ട് നോക്കിയേ തേയില നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇപ്പം താഴെയൊക്കെ കുറേ ഇപ്പം റീസെൻ്റ്ലി വെച്ച തേയിലയാണ്. ഇതൊക്കെ കുറച്ച് നാളായെന്ന് തോന്നുന്നു. വാശിപ്പുറത്ത് ആ മലയുടെ ടോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ കുരിശുമല ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കല്ലിരിക്കുന്ന നോക്കി. ഈ സാധനമൊക്കെ താട്ട് ഉരുണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ എത്തുമെന്തോ. താങ്ങുമില്ല കേട്ടോ. അത് വെറുതെ ഇരിക്കുന്നതാണ്. വിട്ട് കിടക്കുന്ന 3 കല്ലുകൾ കൂട്ടം കൂടി ഇരിക്കുന്ന സംഭവം ഇത്. ഇതൊക്കെ എപ്പോൾ ഉരുണ്ടു പോകുന്ന പോലെ ഇരിക്കുന്ന സാധനം. ഇതിൻ്റെ അപ്പുറത്തൊരു വലിയ കല്ലിരിപ്പുണ്ട്. അത് പിന്നെയും കണക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇതങ്ങനെയല്ല. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാണിത്. നമ്മളവിടെ അവന്മാരവിടെ നിൽക്കുന്നത്. നമ്മളവിടെ നിന്ന് കയറി ഇവിടെ എത്തി. നേരത്തെ ആ കുരിശ് കണ്ടപ്പോഴാണ് ഞാൻ 1ാം സ്ഥലം എന്ന് പറഞ്ഞത്. പക്ഷെ അത് തെറ്റാട്ടോ. അത് 9ഉം ഇത് 10ാമത്തെ കുരിശാണ്. പഠിക്കുന്നത് അതിൻ്റെ താഴോട്ട് തന്നെ വേറെയും കുരിശുകളുണ്ടായിരുന്നു. നമ്മൾ നടന്നു കയറിയുന്ന വഴികളൊക്കെ. ഇവിടെ ഒരു കിഡിലിന് ഒരു കല്ല് അതിൻ്റെ മേലെ കയറി എന്നുള്ള കാഴ്ച കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. കല്യാണത്തണ്ട്. എൻ്റെ മോനെ അടിപൊളിയാണ് ശരിക്കും. ടെൻ്റൊക്കെ അടിച്ച് കിടക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇത് ഫോറസ്റ്റിന് അണ്ടറിലായത് കൊണ്ട് അത് മിക്കവാറും പോലീസ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെയാണ് നമ്മൾ ടോപ്പ് വരുന്നത്. അത്യാവശ്യം ഉണ്ട് ഇനിയും നടക്കാൻ. ടോപ്പിൽ പോയിട്ടുള്ള വ്യൂ ഒന്നുകൂടെ കാണാം. ഇതൊക്കെ വന്നു കേട്ടോ. നമ്മൾ
നേരത്തെ ഇരുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഇപ്പോൾ വേറെ ടീംസ് കയ്യിൽ ഇങ്ങനെ നടന്നു വരുന്നതാണ്. വേറെ പിള്ളേരുടെ ടീമൊക്കെ വന്നിട്ടുണ്ട്. ആ കാണുന്ന വഴി കൂടെ അങ്ങോട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. ഇതിലങ്ങ് പോവാം. ഈ കാണുന്ന മലക്കൂടെ എല്ലാം നമുക്കിങ്ങനെ നടന്ന് അങ്ങ് പോവാം. റിസർവോയിൽ വെള്ളം ഇറങ്ങി നോക്കിയേ. ഈ ഒരു ലെവലിൽ വെള്ളം ഉണ്ടായിരിക്കുന്നതാണ്. അത് ഇറങ്ങിയേക്കുന്നുണ്ടോ? ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഗൂഗിൾ മാപ്പിൽ കല്യാണത്തണ്ട് വ്യൂ പോയിന്റ് നടിക്കുമ്പോൾ കാണിക്കുന്നത് ആ കാണുന്ന മലയുടെ ടോപ്പാട്ടോ. ഞങ്ങൾ എന്നിട്ട് ഇത് ആക്ച്വലി കല്യാണത്തണ്ടെന്ന് ഇതിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കയറിയിട്ട് നോക്കി വന്നാൽ മതി. കാരണം കല്യാണത്തണ്ട് വ്യൂ പോയിന്റ് നടിക്കുമ്പോൾ കാണിക്കുന്ന കുറേ അപ്പുറത്താണ് കാണിക്കുന്നത്. അല്ല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ശരിക്കത് ഉരുണ്ട് പോകുന്ന പോലെ പൊട്ടി വിണ്ട് കയറി 3 പീസായിട്ടല്ലേ ഉരുണ്ട് പോകുന്ന പോലെ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒറ്റ സ്ലോപ്പാണ് താട്ട്. തിരിച്ച് താഴെ വരെ എത്തി കേട്ടോ. ഇതിലിങ്ങനെ വഴി പോകുന്നുണ്ട്. നമുക്കിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ താഴോട്ടും കുറച്ച് വഴികൾ കാണുന്നുണ്ട്. ഞങ്ങൾ കയറിയത് ആ മലയുടെ ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതിലെയാണ്. ഇവിടം വരെ നമുക്ക് വണ്ടികൾ കൊണ്ടുവരാൻ പറ്റും. കാറായാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ കയറും. ബൈക്കുകളൊക്കെ ഇവിടെ സുഖമായിട്ട് കയറും. കാറും കയറും കേട്ടോ. പക്ഷേ ഇവിടെ കുറച്ചൊരു ഓഫ് റോഡ് കളിക്കണം എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാറും കയറി വരും. ഞങ്ങൾ താഴെ വെക്കും. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല നടക്കാൻ. ഒരു കുറച്ച് ഇതുള്ളൂ. ഒരു 200-300 മീറ്റർ നടക്കാനുള്ളതുള്ളൂ. താഴെ കാറ് വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരും. ഞങ്ങൾ ഓറഞ്ചാണോ നാരകമാണോ അങ്ങനത്തെ ഒരു സാധനമാണ് സംഭവം. കട്ടപ്പനേൻ്റെ അടുത്താണ് ഇത് വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വെച്ചതാണ്. ഇവിടെ തേയില നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് ഇതിപ്പോൾ. തിരിച്ച് നമ്മൾ ടാറിങ് റോഡിലെത്തി. ഇവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇത് 7ാം സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൗണിൽ നിന്ന് തൊട്ടിട്ട് 1ാം സ്ഥലം അങ്ങനെ വരുന്നതാണ്. ടാറ്റ പഞ്ചാട്ട നമ്മൾ വന്നേ. ഇത് നമ്മുടെ നിങ്ങളിന്ന് വ്ളോഗ് കാണുന്നുണ്ട് അക്ഷയ് എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് എടുത്ത വണ്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയാം. നമ്മൾ തിരിച്ചിറങ്ങി. എടാ ഇതെവിടെ, ഏത് ടൗണിലേക്ക് എത്തുന്നത്? നിർമ്മല സിറ്റിയിൽ നിന്ന് നമ്മൾ മേലെ കയറി വരില്ലേ? സിറ്റി കഴിഞ്ഞ അവിടെ ലെഫ്റ്റിലേക്ക് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ അവിടെ നിന്ന് മേലെ കയറി പോയില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയൊരു ദിവസമാണ്. അപ്പം അങ്ങനെ തിരിയാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ തിരിച്ച് എറണാകുളത്തിന് പോകട്ടോ. വാഗമണ്ണ് കൂടിയാണ് പോകുന്നത്. നമ്മൾ അന്ന് വാങ്ങിയ വണ്ടിയാണിത്. ഒന്നിവിടെ വെച്ചിട്ട് ആ സൈഡിലുണ്ട്. റിസോർട്ടുകളൊക്കെ പണിയെന്ന് നോക്കിയേ. ഇടുക്കിയിൽ എവിടെ ക്യാമറ തുറന്നാലും വ്യൂ പോയിന്റ് ആണ്. ഇത് നോക്കിയേ, പണിതുകൊണ്ടിരിക്കുന്ന റിസോർട്ട് നോക്കിയേ. പുള്ളിക്കാരൻ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. നല്ല കിട്ടില്ലം വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ലം വ്യൂ. ഒരു വീട് ബോഗൺവില്ലയൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ട്. വാഗമണിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്ന ഓൾമോസ്റ്റ് വാഗമണിൻ്റെ ഏകദേശം മെയിൻ സ്പോട്ടിലേക്ക് എത്തി. ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുണ്ട്. ഇവിടെ ഒരു കാറ്റാടി മരം കണ്ടപ്പോൾ ഞങ്ങൾ ചവിട്ടിയതാണ്. താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് താമസിക്കണം. രാവിലെയൊക്കെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വ്യൂ ആയിരിക്കും. മേലേന്ന് ആൾക്കാർ നടന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മേലേന്ന് നോക്കിയേ, അവിടുന്ന് കൊളുന്ത് കൊണ്ടിട്ട് വരുന്ന ആൾക്കാരെ കണ്ടോ. ഇങ്ങനെ കിടക്കുവാണ്. അത് ഏക്കർ കണക്കിന് നീണ്ട് അങ്ങ് വരെ ഫുള്ള് ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക. ഇതൊക്കെ അവർ പണിയെടുക്കുന്നവരൊക്കെ താമസിക്കുന്ന CPIMൻ്റെ കൊടിയൊക്കെ എല്ലാ വീട്ടിലുണ്ട്. സിനിമയിലൊക്കെ ഉള്ള കൊണ്ട് ഒരു ഫ്രെയിം വാങ്ങിക്കേ. ആ വീട് ഇല്ലിക്കല്ലേ ഏത്? ഓ നേരെ മേലെ അപ്പുറത്തല്ലേ? ആ കടന്നു കേട്ടോ. സൈഡാക്കാൻ പറ്റൂല. കാഴ്ചകൾ കണ്ട് ഇങ്ങനെ വരുമോ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി. ഇവിടെ ആക്ച്വലി ഇല്ലിക്കൽ കല്ല് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാമായിരുന്നു. ഞാൻ കാണിച്ചില്ല വണ്ടിയെന്ന്. പക്ഷെ അതിപ്പം അത് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. പക്ഷെ അതിപ്പോൾ വ്യൂ കിട്ടുന്നില്ല. നല്ല രസമുണ്ട്. ഇത് വീടാണോ? പുള്ളിക്കാനം എസ്റ്റേറ്റ്. പുള്ളിക്കാനം എസ്റ്റേറ്റ് ആണ് ഇത്. പുള്ളിക്കാനം ടൗൺ ആട്ടോ. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴത്തേക്കും കാഞ്ഞാർ പുള്ളിക്കാനം റോഡ്. ഈ റോട്ടിലാണ് നമ്മൾ പോകുന്നത്. ജോജുവിൻ്റെ മറ്റേ ജോസഫ് സിനിമ ഷൂട്ട് ചെയ്ത കുറേ ലൊക്കേഷൻസ് കറക്റ്റാണ്. അതെല്ലാം ഇതെന്തുവാടാ അത്? പ്രേതാലയോ? പക്ഷെ ക്യാമറ നോക്കിയാൽ പറ്റും. നോക്കടാ, കുഞ്ഞു പിള്ളേരടക്കമാടാ പോകുന്നേ. ഈ ഒരു വീട് കണ്ടപ്പോഴേ ഞങ്ങൾ
കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടിയതാണ്. വീട് ബോഗൺവില്ലയൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ താമസിക്കുന്നത് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാൻ വരുന്നതാണ്. കൂടുതലും തമിഴ്നാട്ടിലുള്ളവരാട്ടോ, തമിഴ് സംസാരിക്കുന്നവർ കണ്ടത്. ഇതേപോലെ തലയിൽ കൂടെ ഇങ്ങനെ ചാക്ക് കെട്ടിയിട്ടാണ് അവർ ബൈക്കിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ പോക്കുമ്പോൾ. ഇതൊക്കെ കിഡിലും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു വീട്, അത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നു. വീട് ഇല്ലിക്കല്ലല്ലേ ഇത്. ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പത്താമളത് എന്ന് പറഞ്ഞ സിനിമയില്ലേ സുരാജിൻ്റെ, അതിൻ്റെ അകത്ത് ചായക്കടി ഇരുന്ന ഭാഗമാണ് ഇത്. ഇത് ഇല്ലിക്കല്ല കേട്ടോ, ഇല്ലിക്കൽക്കല്ല്. ഇതിങ്ങനെ ഒരു എസ് പോലത്തെ ഒരു വളവാണ്. ഈ ഭാഗത്താണ് ആ സിനിമയിൽ ചായക്കട സെറ്റ് ചെയ്തേക്കുന്നത്, പത്താമളവ് എന്ന് പറഞ്ഞ സിനിമയില്ലേ. അപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കി നമുക്ക് ഇല്ലിക്കൽക്കല്ല് കാണാം. ഫുള്ള് അടിപൊളി സീനറി. ഈ ഒരു റൂട്ടുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ സിനിമ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് താഴെക്കൂടെ വഴി പോകുന്നത്, ഇങ്ങനെ നീണ്ടു പോവാണ്. ഞാനങ്ങനെ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വളവിൻ്റെ താഴോട്ട് വരിക. ഇതാട്ടോ സ്ഥലം. ശരിക്കും ഇടുക്കിയിൽ ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ മെയിൻ സ്പോട്ടുകൾ. അവിടെ പോവാതെ ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും. നമുക്ക് കിട്ടുന്ന കാഴ്ചകളും ഇതിലേക്ക്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. നമ്മൾ എവിടെ തിരിഞ്ഞാലും വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം തന്നെ നോക്കിയാൽ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ വഴിയും അടിപൊളിയാണ്. ഫുള്ള് ടാറൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചേക്കുന്ന വഴികളുമാണ്. നല്ല കിടിലം കാഴ്ചകളാണ് മുമ്പോട്ട്. മലേൻ്റെയൊക്കെ ഒരു ഹൈറ്റ് നോക്കി. ഈ ഒരു സ്പോട്ടാണ് കേട്ടോ ജോസഫിനകത്ത് നമ്മൾ വണ്ടി ഇടിക്കുന്ന സീൻ വരുന്നത്. ഇത് തന്നെയാന്ന് തോന്നടാ, ഈ സ്ഥലമാണ്. ശരി ഈ സ്ഥലമാണ്. ഇത് നോക്കിയേ, ഇല്ലിക്കക്കല്ല്. എടാ ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല അല്ലേ ഇല്ലിക്കക്കല്ലിലേക്ക്? ആണോ? ഇലവീഴ പൂഞ്ചിറയുടെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നല്ല ഹെയർ പിൻസ് ആണല്ലോ. പുള്ളിക്കാരൻ്റെ കാഞ്ഞാറ് 17 കിലോമീറ്ററാണ്. രാത്രി വരെ കാണാം. നല്ല വട്ടമൊക്കെ വ്യൂ അല്ലേ? ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ ചവിട്ടിയതാണ്. നോക്കി നമ്മൾ ആ വഴി കൂടെ തിരിച്ചു പോകുന്നത്, ആ വഴി കൂടെ പോകും. കിട്ടില്ലം വ്യൂ ആണ്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി. താഴെയുള്ള ടൗണുകളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ആ മലയിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, അമ്പലം പോലെ എന്തോ ഉണ്ട്. മരങ്ങളൊക്കെ കരിഞ്ഞ് നിൽക്കുക, മരങ്ങളത് കരിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ അവിടുത്തെ കിടിലൻ കാഴ്ചകളും കണ്ട് നമ്മൾ വീണ്ടും ഒരു മീറ്റപ്പ് ചെയ്യുമെന്നുള്ള പ്ലാനിൽ തിരിച്ചു മടക്കും.